ഹലോ. ഹലോ. ഉം, എന്താണ്? ഉം, ഒന്നുമില്ല. കുറച്ച് നേരത്തെ ഇപ്പോഴാണ് വിളിച്ചത്. നേരത്തെ ഒന്നല്ല, പതിവ് പോലെയാണല്ലോ. അതൊന്നും ഇല്ലാത്ത വിളിച്ചപ്പോൾ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അതൊന്നും ഒന്നുമില്ല. ഞാൻ എന്താണ്? കുറച്ച് നേരത്തെ വിളിച്ച് കുറച്ച് കൂടുതൽ സമയം ഇടപെടുത്ത് സംസാരിക്കാന്ന് വെച്ചിട്ട് വിളിച്ചു. ഉം, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തേ? ഞാൻ വിട്ടതിന്റെ സന്തോഷമായിരിക്കുമല്ലേ? ഓ, ഏട്ടന് പിന്നെ ഞാൻ സന്തോഷിച്ചാ മനസ്സിലാവും, സങ്കടപ്പെട്ടാ മനസ്സിലാവും. അതല്ലേ ഒരു എന്താന്ന് ഭർത്താവിന് അറിയില്ല. വേണ്ടേ? ഉം, ഏട്ടൻ അല്ലേ? വിടുമെന്ന് ഒന്നാമത് ഞാൻ വിചാരിച്ചില്ല. പിന്നെ വിട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ സന്തോഷിക്ക്. ഈ സന്തോഷത്തില് എനിക്ക് എന്താ തരാനുള്ളത്? അത് ഞാൻ വീഡിയോ കോൾ ചെയ്യും. എടുക്കോ? എടുക്കുവാന്നൊന്നും ചോദിക്കണ്ട, എടുക്കാം. സ്വന്തം ഭർത്താവിനോട് വീഡിയോ കോൾ ചെയ്താൽ എടുക്കുമോ? ആ, സ്വന്തം അതെന്ത് ഭർത്താവ് കുറെ പ്രാവശ്യം ചോദ്യം രമ്യ? എടുക്കാണ്ട് വന്നിട്ടുണ്ട്. വീഡിയോ കോൾ വയ്യ വിളിച്ചാൽ ഞാൻ കടന്നു വിളിക്കും. ഉം. ഞാൻ കിടന്നിട്ടില്ല, ഫുഡൊന്നും കഴിച്ചിട്ടില്ല, കഴിക്കണം. പിന്നെ എനിക്കും ഏട്ടനൊന്ന് കഴിക്കണം. വിളിക്കണം തോന്നി. എന്നിട്ട് പോകണ്ടേ? ഉം. ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു? ആ, ബുക്ക് ചെയ്ത്, വൈകുന്നേരം ബുക്ക് ചെയ്ത്. ക്യാഷ് ഞാനില്ലേ, ഉണ്ടായിരുന്നു? ആ, ഏട്ടൻ അയച്ചതുണ്ടേന്, അത് തീർന്നു. ഇനി വേണ്ടേ? പോണം. എത്രയാ വേണ്ടേ? ആ, എത്രയാ വേണ്ടേ? എപ്പോഴും ഏട്ടൻ അയക്കുന്ന പോലെ അയച്ചാൽ മതി. നീയിപ്പോ ഏട്ടത്ത് പറഞ്ഞോ, ദൂരെ പോന്നതല്ലേ, ഒറ്റയ്ക്ക് പോകുന്നതല്ലേ, കയ്യിൽ എന്തെങ്കിലും വെക്കണ്ടേ? അങ്ങനെയൊന്നുമില്ല, ഏട്ടൻ ഇഷ്ടം പോലെ അയച്ചാൽ മതി. പിന്നെ ഒന്ന് ഡ്രസ്സ് എടുക്കണം. ഇഷ്ടം പോലെ അയക്കാനോ? അങ്ങനെയല്ല, ഇഷ്ടമുള്ളതുപോലെ അയച്ചാ മതി. ഇഷ്ടമുള്ളത് പോലെ എന്ന് പറഞ്ഞാൽ സാധാരണ അയക്കുന്നതിലും കുറച്ച് കൂടുതൽ അയക്കുന്ന എനിക്കറിയാം. ഉം. അല്ല, ഡ്രസ്സ് എടുക്കണം. അതല്ലേ ഞാൻ കേട്ടാ, ചോദിക്കുന്നേ. ആ. എനിക്ക് റെഡ് ചേരുവോ? റെഡ് ചേരും. എന്താ റെഡ് എന്നാ സാരിയാ? റെഡ്. അല്ല, ഉം. സ്റ്റിച്ച് ചെയ്യിക്കാൻ വേണ്ടിട്ടാ. ഒരു ചുരിദാർ. ഉം. സാരിയല്ല, ടൈച്ചുള്ള പോലെ. ഉം. പിന്നെ അവിടെയെല്ലാം ചുരിദാറായിരിക്കും. ഉം. ഉം. പിന്നെ എന്തോ? ഉം, പിന്നെന്തോ പറയാൻ വന്നു. ആ, പിന്നെ ഞാൻ ഓളോട് ഇന്ന് പറഞ്ഞു ഞാൻ വരുന്നതെന്ന്. ഉം. നമുക്ക് ഭയങ്കര സന്തോഷായി. ഉം. ഏട്ടനെ വിളിച്ചിന്. അപ്പൊ ഞാൻ പറഞ്ഞു ഏട്ടന് വരാൻ പറ്റില്ല, ഏട്ടൻ ഗൾഫിലല്ലേ ഉള്ളത്. അപ്പൊ അതിന്റെ സങ്കടം പറഞ്ഞു. ആ. അത് നമുക്ക് പിന്നൊരിക്കൽ പോവാം. പിന്നെ ഓളാടെ ഉണ്ടാവില്ലല്ലോ, ഓള് ഭർത്താവിനെ വെക്കാലോ. ഓ ശരിയാ, മറന്നു. അവര് ബാംഗ്ലൂർ എപ്പോഴും താമസിക്കുന്ന ആൾക്കാരല്ല. ഓ അതല്ലേ. ഉം. അവളെ ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ അവിടെ ആയതുകൊണ്ട് ഉം. ഉം. അവർക്കെല്ലാം വരാൻ വേണ്ടി അവിടെ വെച്ച് നടത്തുന്നത്. ഓ, പിന്നെ ഞാനൊരു കാര്യം ചെയ്യട്ടെ? ചോദിക്കാം. നിനക്ക് സുഖാണോ? ഏട്ടൻ എന്നാ വിളിക്കുന്നത്? സുഖാണോന്ന് എന്നാ പറ. ചോദിക്ക്. എനിക്ക് സുഖം തന്നെ. താഴത്തെങ്ങനെ സുഖാണോ? സുഖം തന്നെ. ഏട്ടനെ കാണാത്തതിന്റെ സങ്കടമായി. എന്നെ കാണാത്തതിന്റെ വിഷമമുണ്ടോ? എന്നെയാണോ? വിഷമമുണ്ട്. എന്നെയാണോ അല്ലെ താഴത്താണോ? ഇല്ല. ഉം. എനിക്ക് കൊണ്ട് നിന്നെ കാണാത്തതിൽ വിഷമം. ഇതൊന്നും കാണുന്നില്ലാലോ. എങ്ങനെയാകട്ടെ? എങ്ങനെയാണ്ടെന്ന് വെച്ചാൽ ആ വിഷമം ഇന്ന് രാത്രി തീർന്നു. അത് രാത്രി തീർക്കാം.
ഉം. എല്ലാ വിഷമവും തീരും. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് പൊളിക്കുന്നു. ഉം. എന്നിട്ട് രാത്രി വിളിച്ചാ വേഗം വെക്കറേ, കുറെ സമയം വിളിക്കണം. നീയല്ലേ നേരത്തെ വെച്ച് ഉറങ്ങുന്നത്, ഞാനല്ലാലോ. ഒന്നുമില്ല, അതിപ്പോ അടുത്തായിട്ട് ഉം. കണ്ണിന് എന്തോ ഒരു ഭയങ്കര വേദന. ഇനി കണ്ണിന്റെ അത് ഡോക്ടറെ ഫുൾ കാണിക്കേണ്ടി ടൈം വരുമോന്ന് ഫോൺ അറിയില്ല. നോക്കിയിരുന്നിട്ടാ? ഫോണിൽ എന്താ ഇതിന് മാത്രം നോക്കുന്നേ? റീൽസ് കാണുന്നു. ഏതിലാ എന്താ റീൽസ് കാണല്? ഇൻസ്റ്റഗ്രാം? ഇൻസ്റ്റയിലാണോ അതോ വേറെ എവിടെയെങ്കിലാണോ? അങ്ങനെയൊന്നുമില്ല. ഉം? എന്താ? എന്താ? ഒന്നുമില്ല. അല്ല, ബോറടിക്കുന്നോണ്ട് ഞാൻ ചോദിച്ചതാ. ബോറടിക്കല്ലേ എനിക്ക്. പോയി ഇൻസ്റ്റയിലാണോ റീൽസ് കാണുന്നത്, എവിടെയാന്ന് ചോദിച്ചതാ. ഉം. മനസ്സിലായി. ഉം. മനസ്സിലാവണല്ലോ. എനിക്കും കുറച്ചൊക്കെ ഏട്ടന് മനസ്സിലാവുന്നുണ്ട്. ഏട്ടന് ഒരു ഭയങ്കര മാറ്റമുണ്ട്. ഇപ്പോഴാണോ കുറച്ച് ഏജ് കുറഞ്ഞ ആളെ പോലെ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ മനുഷ്യനല്ലേ, എനിക്കും ഉണ്ടാവില്ലേ ഓരോ ആഗ്രഹങ്ങളും ഇതെല്ലാം. ആണോ? അതെ. ഉം. എന്ത് എങ്ങനെയാ വേണ്ടേ? ഇപ്പൊ ഉള്ളതുപോലെ തന്നെ പഴയതുപോലെ, മതി. അല്ലെങ്കിൽ പഴയതുപോലെ. അയ്യോ വേണ്ട, പഴയതുപോലെ വേണ്ട. ഞാനിങ്ങനെ ആവാത്തോണ്ടാണല്ലോ പല പ്രശ്നങ്ങളും ഉണ്ടായി. ഉം. എന്നുവെച്ചാ ശരിയാണല്ലോ. ആവണം എന്ന് വെച്ചാൽ ആയതല്ല കേട്ടോ, ആയിപ്പോയതാ ഇങ്ങനെ. ഇങ്ങനെ അത് മാറ്റാൻ ഞാനും മറ്റു ചിലരും വേണ്ടി വന്നു അല്ലേ? എനിക്കാരും വേണ്ടി വന്നില്ല. ഇനി ഞാൻ തന്നെ മാറ്റിക്കൊടുക്കും. ഉം. ഉം. പിന്നെ ഏ, പിന്നെ എന്താ പിന്നെ പറ. എന്താ ഏട്ടൻ പറ. അതെന്താന്ന് എനിക്ക് പറഞ്ഞു. ഉം? ഉം. ഉം. ഏട്ടൻ ഇപ്പോ പറ. ഇപ്പൊ ആരോടെങ്കിലും എന്തെങ്കിലും തോന്നലുണ്ടോ എന്നോടല്ലാണ്ട്? എന്താ അങ്ങനെ ചോദിച്ചേ? ഞാൻ അല്ല, ചോദിച്ചതാ. ഏട്ടൻ അവരോട് സംസാരിച്ചിനോ? ഇനി അവരാവശ്യമുണ്ടോ, അല്ലെ ഞാൻ തന്നെ മതിയോ? അതിന് ഏട്ടൻ വരുന്നത് വരെ വേണ്ടേ? വേണോ? ഏട്ടാ, ഇപ്പൊ ഞാനില്ലേ അല്ല, ഇതിനെ എന്നാ അങ്ങനെ, പിന്നെ ഞാൻ അല്ല ഞാൻ നീ ഒന്ന് പറ. പറയട്ടെ, ഉം. ഇതിന് ഇപ്പൊ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് മാത്രമേ ഇതിനെ എടുക്കുന്നുള്ളൂ കേട്ടാ. അല്ലാണ്ട് അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പൊ ഫണ്ണായിട്ടേ എടുക്കാവൂ. അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും എടുത്താൽ നിന്നെ ഞാനില്ലേ. നമ്മളിപ്പോ ഒരു റീല് കണ്ടു കഴിയുന്നത് അങ്ങനെയുള്ള ഒരു ഇതില്ലേ, ഉം. അതെല്ലാം പോലെ കണ്ട് കഴിഞ്ഞ് അത്രേ ഉള്ളൂ, അങ്ങനെ എടുക്കുന്നുള്ളൂ. അല്ലാണ്ട് ഏട്ടൻ തന്നെ എപ്പോഴും മനസ്സിലുള്ളത്. അതുകൊണ്ട് ഇതെനിക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല. ഞാനും അത്രയല്ലേ എടുക്കുന്നുള്ളൂ. അതല്ലേ ഞാൻ ഇതിന് സപ്പോർട്ട് നിൽക്കുന്നത്. ചില സമയവും നീ ആള് മാറും. അപ്പോ ഞാൻ വിചാരിക്കും എന്നെ. അതെനക്ക് ഇടയ്ക്ക് ദേഷ്യം വരുന്നത്. ഉം. ഏട്ടനോട് ദേഷ്യപ്പെട്ടിട്ടില്ല. ഏ, ഏട്ടൻ സാരമില്ല. മറ്റേ എൻ്റെ അടുത്ത് സംസാരിക്കും. ഉം. മൊട്ടയല്ലേ? മുട്ട? എന്ത് മുട്ട? അയാൾക്ക് മൊട്ടയല്ലേ ഏട്ടനെന്ന് പറഞ്ഞു. പിന്നെ കഷണ്ടിയാണോ പ്രശ്നം? കഷണ്ടി ഉള്ള ആളോ വേണ്ടേ? ഇല്ലാന്നൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഇത് മാത്രം, അല്ലാണ്ട് എനിക്ക് വേറെ കഷണ്ടി ഒന്നുമില്ല നോക്കണ്ടേ. അതെ. ഏട്ടൻ മെസ്സേജ് അയക്കണേ. അത് ഞാൻ നോക്കിക്കോളും. അത് ഞാൻ ആക്കിത്തരാം. എന്താ അല്ലേ, ഭാര്യേൻ്റെ ഓരോരോ ആഗ്രഹങ്ങൾ, അത് സാധിക്കാൻ ഭർത്താവ്. അതെ അതെ അതെ. എങ്ങാനും പുറത്താരേലും അറിഞ്ഞ എന്താ ആരും വിശ്വസിക്കത്തില്ല, പുറത്താരറിയാം, ആരും വിശ്വസിക്കത്തില്ല. ആരും അറിയില്ല. പക്ഷെ ഈ കാര്യം പുറത്തറിഞ്ഞാലും ഇല്ലെങ്കിലെല്ലാം നമുക്ക് നേട്ടം തന്നെയല്ലേ? എന്ത് പുറത്തറിഞ്ഞാൽ കുറച്ചും കൂടി നേട്ടം. ന്യൂ ജനറേഷൻ കപ്പിൾസ് എന്ന് പറയും. മറ്റുള്ളവർക്ക് അത് കേട്ടിരിക്കാനൊരു സുഖം ഉണ്ടാവില്ല ഏട്ടാ. ഞാൻ ചുമ്മാ പറഞ്ഞു. അതെനിക്കറിയില്ല. ഉണ്ടാവാം. പ്രചോദനമാവും.
ചില ആൾക്കാരുണ്ടാവില്ല ഇതേപോലെ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എന്നോട് ഒരാള് അവരെ ലൈഫ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടിരിക്കൂലേ, പ്രചോദനായില്ലെങ്കിലും അപ്പം കിട്ടുന്നൊരു അതെ, ഒരിതില്ലേ. നമ്മളെല്ലാരും കേട്ട് അത്ഭുതത്തോടെ കേട്ട് നിൽക്കും, ഇതേപോലെയെല്ലാം ഉണ്ടാവോ. ഉണ്ട്, ഇതേപോലെ ഇഷ്ടംപോലെ ആളുണ്ട്. പക്ഷേ ആരും അപ്പുറം ഇപ്പുറം പറയത്തില്ല. ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരോട് പറയുക, അല്ലാണ്ട് പുറത്താരോടും പറയത്തില്ല. ഇപ്പൊ എന്റെ കാര്യം ഏട്ടനും എനക്ക് മാത്രല്ലേ നമ്മളെ അറിയൂ. ഇപ്പോഴത്തെ ഒരു നാടിന്റെ അവസ്ഥ വെച്ച് എല്ലാവരും ഇതൊരു തെറ്റായിട്ടേ കണ്ടോളും. പക്ഷേ അതിപ്പോ ജസ്റ്റ് നമ്മളെ പോലത്തെ ഒരു സിറ്റുവേഷൻ എന്റർടൈൻമെന്റ് വരുമ്പോൾ അത്ര. മറിക്കൂടും. എങ്ങനെ? നമ്മളെ പോലത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ താനെ മറിക്കും. അതെ. അല്ല, നമ്മളൊരു സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ ഇരുന്ന് അത് കണ്ടു കഴിഞ്ഞ് ആസ്വദിച്ച് ഇറങ്ങുന്നു, അത്രയേ ഉള്ളൂ. അതേപോലെ അങ്ങ് എടുത്തേക്കും, അല്ലാണ്ട്. പക്ഷെ രണ്ടാൾക്ക് സമ്മതം ഉണ്ടെങ്കിൽ മാത്രം, അല്ലാണ്ട് നമ്മളെ കാര്യത്തിൽ പിന്നെ വലിയ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഉം. ഉം. ശരിയാ. അതെ.